ഹലോ, ഇന്നും രാവിലെ തന്നെ നേരം വെളുത്തു. ഞാൻ രാവിലെ എണീറ്റ് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. നല്ല ആകാശം. അങ്ങനെ ഞാൻ എൻ്റെ കോലമാണ്, രാവിലത്തെ തന്നെ ഒരു കോലമാണ്. പല്ലൊക്കെ തേച്ചിട്ട് വന്ന കോലത്തിലിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതേ കാപ്പിയും മുട്ടയും വന്നു. ഇന്ന് നമുക്ക് കഞ്ഞിയാണ്, അതുകൊണ്ടാണ് കാപ്പി നേരത്തെ കുടിക്കുന്നത് കേട്ടോ. കാപ്പിയും മുട്ടയും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം 4 ദിവസമൊക്കെ മുട്ട കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരുന്നു രാവിലെ കഴിക്കണം. അപ്പോൾ കാക്കച്ചി പഴവും വെള്ളവും കഴിക്കുകയാണ് കേട്ടോ. വേണ്ട, കോഫി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞായറാഴ്ചയാണ്, ഒരു ആലസ്യത്തിൻ്റെ ദിവസമാണ്. പക്ഷേ എൻ്റെ ജോലി എല്ലാ ദിവസത്തെയും പോലെയാണ്, കാരണം ഓൺലൈൻ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതങ്ങനെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എത്തി. കഞ്ഞിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിയും പയറ് തോരനും. അപ്പോൾ ഈ കഞ്ഞി തേങ്ങാപ്പാലൊഴിച്ച കഞ്ഞിയാണ്. അപ്പോൾ ഈ കഞ്ഞി എന്ന് പറയുമ്പം അത് കുറച്ച് മാത്രം കഞ്ഞി ഒഴിച്ചിട്ട് എനിക്ക് ശക്കലം കഞ്ഞി വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. വെളുത്തുള്ളി അച്ചാർ കഞ്ഞിക്ക് സൂപ്പറാണ്. കഞ്ഞി കുടിക്കാൻ വെളുത്തുള്ളി അച്ചാർ കഞ്ഞി വേറെ ഒന്നുമില്ല. നല്ല അടിപൊളി അച്ചാറാണ്. നല്ല കാശ്മീരി മുളകൊക്കെ ചേർത്തിട്ടാണ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല ഗ്രാൻഡ് ഐറ്റം. അങ്ങനെ ആകുമ്പോൾ തോരൻ മാത്രം കുറച്ചധികം കഴിക്കുക. എരിശ്ശേരിയാണെങ്കിലും അങ്ങനെയാണ്, കഞ്ഞിയുള്ള ദിവസങ്ങൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറിയും കേട്ടോ. ഇഞ്ചിക്കറി ഇന്നലെ വെച്ച ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ചൂട് കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഞ്ഞി എനിക്ക് ബാക്കി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കഞ്ഞിയിലോട്ട് മാറ്റി. എനിക്ക് കഞ്ഞി ഇഷ്ടമാണ്. കഞ്ഞിയെന്ന് വെച്ചാൽ ഇതുപോലെ തോരൻ എരിശ്ശേരിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കുടിക്കണം. കാക്കച്ചിക്കുന്നൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. 11 മണിയായപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. ഞാൻ പഴം കഴിച്ചു. ഞാലിപ്പൂവൻ പഴം കേട്ടോ. 2 പഴം കഴിച്ചു, വെള്ളം കുടിച്ചു. പിന്നെ ഇന്ന് തൈര് സാദമാണ്. തൈര് സാദം ഉണ്ടാക്കി. എനിക്ക് വേണ്ടി മാത്രം തൈര് സാദം കടുവറുത്തൊക്കെ ഒഴിച്ച് ഉണ്ടാക്കി കേട്ടോ. ഇവർക്ക് ആർക്കും തൈര് സാദം അങ്ങനെയുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി. ചിന്ന വെങ്കായം, ചെറിയ ഉള്ളി, തീയലും വെച്ചു കേട്ടോ. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ലഞ്ചിനൊക്കെ വേണമെങ്കിൽ ഞാൻ റെസിപ്പിയൊക്കെ കാണിക്കാം കേട്ടോ. ലഞ്ചിന് വേണമെങ്കിൽ നമ്മളെ സ്റ്റൈലിൽ ഉണ്ടാക്കണേ, തമിഴ് സ്റ്റൈലിലല്ലാതെ. തമിഴ് സ്റ്റൈൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മുടെ സ്റ്റൈലിലേക്ക് മാറ്റി ഉണ്ടാക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു നേരമൊക്കെ എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനും അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്കിത് തൈര് സാധാരണ തൈര് കഴിച്ചുകൂടാ, എന്നാലും ഞാനിന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ ഹോമിയോ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഇന്ന് പ്രശ്നമില്ലാതെ കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ തൈര് കഴിച്ച ഉടനെ എനിക്ക് തലവേദന വരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലതായിരുന്നു ഉള്ളി തീയൽ. ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു, അമ്മച്ചി പണ്ടൊരു രീതി വയ്ക്കുക, അതുപോലെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഞാനും കൂടെ ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. അമ്മച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പിന്നെ നിനക്ക് വേണ്ടി ഇത്തിരി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. ഇവർക്കാർക്കും ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇഷ്ടപ്പെടില്ല കേട്ടോ. വെറൈറ്റികളെല്ലാം ഞാനാണ് കൊണ്ടുവരുന്നത്. ഈവനിങ് ആയപ്പോഴത്തേക്കും